സാറിന്റെ ആ സത്യമാണ്. പ്രഭാഷണത്തില് ആ ഒന്ന് രണ്ടോ സബ്ജക്റ്റ് ആണെങ്കിലും ആ തത്വം ഇതിൽ ഉൾക്കൊണ്ടല്ലോ. നല്ല അതെ അതെ അതെ. ശരിക്കും അവസാനം പറഞ്ഞു തീർക്കായിരുന്നു മുഴുവൻ പറഞ്ഞില്ല. അതെ. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മാനവീയരായ എല്ലാ കുട്ടികൾക്കും നീലമായ ഏകാദശി ബന്ധം 2-ാം അധ്യായം ശ്ലോകം 44. 43 വരെ എഴുതേ. അതെ 44 അവിടെ കണ്ട. ഏകാദശം അധ്യായം 2 ശ്ലോകം 44. രാജോവാചാം അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മൂയാദിശോ നൃണാം യഥാചരതി യദ്ബ്രൂതേ ഭഗവത്യാം. അഥ ഇനിയും ഇത് മഹാരാജാവിനോട് നവയോഗികളുടെ സംഭാഷണമാണ് നമ്മൾ ചോദിക്കുന്ന. ആദ്യത്തെ ചോദ്യം കവിയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ഭാഗവത ധർമ്മം എന്താണെന്നാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം ഏതാണ്ട് 10ഓളം ശ്ലോകങ്ങളിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു ഇത് മഹാരാജാവ്. ഇനിയും ഭാഗവതം ബ്രൂത, ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. ഇനിയും യദ്ധർമ്മോ യാദൃശ നിർണവോ, യാതൊരു ധർമ്മമുള്ളവൻ, യദ്ധർമ്മ, യാതൊരു ഭാഗവത ധർമ്മമുള്ളവൻ ആയ നൃണ, മനുഷ്യരുടെ കൂട്ടത്തിൽ, യാദൃശ, എങ്ങനെയുള്ളവൻ, യഥാ ആചരതി, എങ്ങനെ ആചരിക്കുന്നു, തദ്ബ്രൂതേ, അത് പറയൂ. മനുഷ്യർക്ക് എങ്ങനെയാണ് ഭാഗവത ധർമ്മം ആചരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഭാഗവത ധർമ്മം എന്താണെന്ന് പറഞ്ഞു. അത് മനുഷ്യർക്ക് അവരവരുടെ സ്വഭാവം അനുസരിച്ച് ജനങ്ങളുടെ ഇടയിൽ ആചരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ആചരിച്ച് നടക്കുന്ന ആൾക്കാരുടെ ലക്ഷണമുണ്ട്. യൈഹി ലിംഗേ ഭഗവത്പ്രിയ, യാതൊരു ലിംഗങ്ങളെ കൊണ്ട്, ലിംഗം എന്ന് വെച്ചാൽ അടയാളം, യാതൊരു അടയാളങ്ങളെ കൊണ്ടാണോ ഭഗവത് പ്രിയനായ ഭാഗവത ധർമ്മത്തെ, ഏത് അടയാളം കൊണ്ട് തിരിച്ചറിയാം? ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാളുടെ അടയാളം ഒന്ന് പറഞ്ഞു തരാമോ? എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റും ഇയാൾ പരമഭാഗവതനാണെന്ന്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ ആചരിക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ ഈ ഭാഗവത ധർമ്മം ആചരിക്കുന്നവന്റെ നടപ്പ്, അവന്റെ സ്വഭാവം, അവന്റെ വാക്ക്, അവന്റെ രീതി എന്നിങ്ങനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മൾ നാട്ടിൽ കൂടി നടക്കുമ്പോൾ ഇയാൾ പരമഭാഗവതനാണ്, ഇയാൾ ഭാഗവതനല്ല എന്നിങ്ങനെ ഒരു അടയാളം, ഒരു ലക്ഷണം ചൂണ്ടിക്കാണിക്കാനുണ്ടോ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ? ഇതാണ് 2ാമത്തെ ചോദ്യം ചോദിച്ചത്. അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മോ യാദൃശം നൃണാം യഥ ആചരതി യദ്ബ്രൂതേ ലിംഗേ ഭഗവത്യാം. അതിന്റെ ഉത്തരം അടുത്ത ആളാണ് പറയുന്നത്. ഹരി എന്ന് അടുത്ത നവയോഗിയിൽ 2ാമത്തെ ആളാണ്. സർവഭൂതേഷു യശ്യത് ഭഗവത് ഭാവമത്തനാം ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമാം. സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും, യാതൊരുവൻ പശ്യേത്, കാണുന്നു, ഭഗവത് ഭാവം ആത്മന,
എല്ലാ ഭൂതങ്ങളിലും തന്റെ തന്നെ ഭഗവത് ഭാവത്തെ ആരാണോ കാണുന്നത്, ഭൂതാനി ഭഗവതി ആത്മനി യേശ, ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമാം. എല്ലാ ഭൂതങ്ങളെയും ഭഗവതി ആത്മനെ, ഭഗവാനായിരിക്കുന്ന ആത്മാവിൽ തന്നെ ആരാണോ കാണുന്നത് അവൻ ഭാഗവതോത്തമനാണ്. ആത്മാവിന് എല്ലാ ഭൂതങ്ങളിലും ഭഗവത് ഭാവത്തെ ഉണ്ട് എന്നറിയുന്ന അവസ്ഥ ഭഗവാനായ ആത്മാവിൽ എല്ലാ ഭൂതങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്നും ആരാണോ കാണുന്നത്. ഈ ലോകത്ത് എല്ലാ സമസ്ത ഭൂതജാലങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് ആരാണോ അറിയുന്നത്, അല്ലെങ്കിൽ എല്ലാ ഭൂതജാലങ്ങളിലുമുള്ള ഭഗവാൻ തൻ്റെ ഉള്ളിലുമുണ്ടെന്ന് ആരാണോ അറിയുന്നത്, ഇങ്ങനെ രണ്ട് വിധത്തിൽ ആരാണോ അറിയുന്നത് അവൻ ഭാഗവത ഉത്തമനാണ്. സ്ഥാവരങ്ങളായും ജംഗമങ്ങളായും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളിലും ഭഗവാൻ വസിക്കുന്നു എന്ന് ഒരു ഭേദമില്ലാതെ ആർക്ക് കാണാൻ പറ്റുന്നുവോ അവനാണ് ഭഗവത് ഭക്തൻ. കല്ലിലും മുള്ളിലും പുല്ലിലും തൂണിലും തുരുമ്പിലും മനുഷ്യരിലും ഈച്ചയിലും ഉറുമ്പിലും അട്ടയിലും പുഴുവിലും പാമ്പിലും സിംഹത്തിലും എന്ന് വേണ്ട പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളിലും ഒരു ഭേദമില്ലാതെ ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നു എന്ന് ആര് അറിയുന്നുവോ കാണുന്നുവോ അവൻ ആണ് ഭാഗവതൻ, അല്ലെങ്കിൽ ഭഗവത് ഭക്തൻ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം കൊണ്ട് ഒന്നാണെന്ന് ആർക്കെങ്കിലും ഒരു ഭാവന ഉണ്ടായാൽ അവനാണ് പരമഭാഗ്യം. വിഷ്ണുവിൽ സർവഭൂതങ്ങളും വസിക്കുന്നു എന്ന് ആരാണോ തിരിച്ചറിയുന്നത് അവനും പരമഭാഗവതനാണ്. ജഡങ്ങളായ ശരീരാദികളെ ആശ്രയിച്ചത് കൊണ്ട് ആത്മാവിന് ഹാനി ഉണ്ടാവില്ല. ഈ ചരാചരങ്ങളിലുള്ള ശരീരങ്ങളൊക്കെ ജഡങ്ങളാണ്. ഈശ്വരൻ ഈ ജഡാവസ്ഥയെ പ്രാപിക്കുമ്പോൾ ഈശ്വര ചൈതന്യത്തിന് ജഡത്വം വരില്ലേ എന്നാണെങ്കിൽ ഇല്ല എന്ന് അതിന് കുറവില്ല. കാരണം ഭഗവാൻ സമ്പൂർണ്ണ ഐശ്വര്യവാനാണ്. ഐശ്വര്യത നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും ഈശ്വരനുണ്ടെന്നും അതേപോലെ ഈശ്വര ചൈതന്യം എല്ലാത്തിലും ഉണ്ടെന്ന പോലെ തിരിച്ച് എല്ലാ വസ്തുക്കളിലും ഈശ്വര ചൈതന്യത്തിലുണ്ട് എന്നും ഇങ്ങനെ ഭേദമില്ലാതെ കാണുന്നതാണ് ഉത്തമ ഭക്തിയുടെ ലക്ഷണം. നൂലിന്റെ ഇഴകൾ കൊണ്ട് അവയുടെ വിന്യാസ വ്യത്യസ്തത കൊണ്ട് വസ്ത്രങ്ങൾ പലതായിട്ട് തോന്നിക്കാം. മുണ്ടായാലും ഷർട്ടായാലും സെറ്റായാലും സാരി ആയാലും ഏതെടുത്താലും അവയിലൊക്കെ ഉള്ളത് നൂല് തന്നെയാണ്. ആ നൂല് ഇഴകളുടെ വിന്യാസ ചാതുരി, വർണ്ണഭേദം ഇവകൾ കൊണ്ട് ഇത് ഉടുപ്പാണെന്നും ഇത് മുണ്ടാണെന്നും ഉള്ള ഒരു വേർതിരിവ് ഉണ്ടാകുന്നെങ്കിലും ഇതെല്ലാം എന്തുതന്നെയാണ്? നൂല് തന്നെയാണ് എന്നതുപോലെയാണ് ഈശ്വരന്റെ വിശേഷ രൂപത്തെ ലോകമായിട്ട് കാണുന്നതാണ്. ആ അഭേദ ഭാവന ആണ് ഭക്തി. ഈ ഭാവന കുറച്ച ഉത്തമ. നമുക്കറിയാം ഇതൊക്കെ നൂലാണെന്ന് നമുക്കറിയാം. അങ്ങനെ അറിഞ്ഞാൽ പോരാ, അങ്ങനെ അറിഞ്ഞിട്ട് വസ്ത്രങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റണം. ഉടുപ്പ് എന്നുള്ള മട്ടിലല്ല വസ്ത്രത്തെ അറിയേണ്ടത്. ഇതിന്റെ അകത്ത് നൂലാണുള്ളത് എന്നൊരു തിരിച്ചറിവ്. ഇതാണ് ഉത്തമനായ ഒരു ഭക്തന്റെ അടയാളം എന്ന് ഭക്ത ലക്ഷണത്തെ കുറിച്ച് പറഞ്ഞു വരികയാണ്.
സർവഭൂതേഷു യപശ്യേത് ഭഗവദ്ഭാവമാത്മനാം ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമാം ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദുഷത്സുജാം പ്രേമമൈത്രീകൃതോപേക്ഷായ കരോതി സമധ്യമ. ഇതൊക്കെ ഭഗവത്ഗീത വിസ്തരിച്ച് പറയുന്നത്. സർവഭൂതേഷു ചാത്മാനം ആത്മനിജ സർവം ഭൂതാനി യപശ്യേത് സമശ്യതി എന്നൊക്കെ പറഞ്ഞ് ഗീത വിസ്തരിച്ചതിനെ കുറിച്ച് പറയും. ഈശ്വരേ തദധീനേഷു, ഈശ്വരനിലും ആ ഈശ്വരനെ ആശ്രയിച്ച് കഴിയുന്നവരിൽ, തത് അധീനേഷു ഈശ്വരനെ ആശ്രയിച്ച് കഴിയുന്നവരിലും, ബാലിശേഷു അറിവില്ലാത്തവരായ ബാലിശന്മാരിലും, ദുഷത്സു ശത്രുക്കളിലും, പ്രേമ മൈത്രി കൃപ ഉപേക്ഷ യകരോതി സമധ്യമ അവരിലൊക്കെ പ്രേമവും മൈത്രിയും കൃപയും ഉപേക്ഷയും ആര് ചെയ്യുന്നുവോ അവൻ മധ്യമനാണ്. ഏതൊരു പുരുഷൻ ഈശ്വരനും ഈശ്വരൻ തന്നെ ആശ്രയം എന്ന് എല്ലാവിധത്തിലും കരുതിയിരിക്കുന്ന ഭക്തന്മാരിലും, ഈശ്വരനും ഈശ്വര ഭക്തന്മാരിലും രണ്ടുപേരും, ഈ രണ്ടുപേരിലെ പ്രേമം ഉണ്ടാവുക, മൈത്രി ഉണ്ടാവുക, അറിവില്ലാത്തവരോട് പോലും അവരനുഭവിക്കുന്ന കഷ്ടതകൾ കാണുമ്പോൾ അവരോട് കാരുണ്യം ഉണ്ടാവുക, തനിക്ക് വിരോധം ചെയ്യുന്ന ശത്രുക്കളോട് ദ്വേഷ്യം ഉണ്ടായിരിക്കുക, അതേപോലെ ഉദാസീനതയും വഹിച്ചുകൊണ്ട് ആരാണോ ഇരിക്കുന്നത്, സ്നേഹവും ഉദാസീനവും വഹിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, ആ ഭക്തൻ മധ്യമൻ. ഒരുപക്ഷെ ഇന്ന് ഉള്ള ഭക്തന്മാരിൽ ഏറെ വിഭാഗം ഇത് തന്നെയാണ്. ഈശ്വരനോട് പ്രേമമുണ്ട്, ഭക്തിയുണ്ട്. ഈശ്വര ഭക്തന്മാരിൽ കുറച്ചൊക്കെ ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്. ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോഴും, അവരോട് പ്രേമം ഉണ്ടായിരിക്കുമ്പോഴും, ഭക്തന്മാരോട് മൈത്രി ഉണ്ടായിരിക്കുമ്പോഴും, ബലഹീനരായ കഴിവില്ലാത്തവരായ അറിവ് കുറഞ്ഞവരോട് കാരുണ്യം ഉണ്ടാകുമ്പോഴും, ശത്രുക്കളോട് വിരോധം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തന്മാർ ഉണ്ട്. അവർ മധ്യമന്മാരാണ്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ശത്രുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സ്നേഹിതന്മാരുണ്ട്, അവർക്ക് പ്രേമഭാജനങ്ങളുണ്ട്, അവർക്ക് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് സഖിമാരുണ്ട് എന്നിങ്ങനെ ലോകജീവിതത്തിന്റെ വൈവിധ്യമാർന്ന ഘടകങ്ങളിൽ കാണുന്നവരെയെല്ലാം അങ്ങനെ തന്നെ വെച്ചു പുലർത്തുകയും ഒപ്പം ഈശ്വരനിലേക്ക് ഭക്തി ഉണ്ടായിരിക്കും. ഇത് ഉത്തമ ഭക്തിയല്ല, മധ്യമ ഭക്തിയാണ്. ഉത്തമ ഭക്തി ശത്രുക്കളിൽ പോലും ഈശ്വരനെ കാണാൻ പറ്റണം, ബന്ധുക്കളിൽ കാണാൻ പറ്റണം, അച്ഛനും അമ്മയും ഈശ്വരനെ കാണാൻ പറ്റണം, ഭാര്യയിലും ഭർത്താവിലും ഈശ്വരനെ കാണാൻ പറ്റണം, മക്കളിൽ ഈശ്വര ചൈതന്യം കണ്ട് ആരാധിക്കാൻ പറ്റണം, സർവഭൂതങ്ങളിലും ഈശ്വര ചൈതന്യം ഉള്ളത് കണ്ട് ആരാധിക്കുന്ന ഉത്തമ ഭക്തിയാണ്. ഇങ്ങനെ ഈശ്വര ചൈതന്യം എല്ലാറ്റിലുമില്ല, ഈശ്വരനിലേ ഉള്ളൂ, അല്ലെങ്കിൽ ചില ഈശ്വര ഭക്തന്മാരിലും അത്രമാത്രം. ബാക്കിയുള്ളവരിൽ ഉണ്ടെന്ന് വിചാരിക്കാത്തത് കൊണ്ട് ബാക്കിയുള്ളവരോട് സൗഹൃദമോ മൈത്രിയോ സ്നേഹമോ ബന്ധുത്വമോ ശത്രുക്കളോട് വിദ്വേഷമോ ഒക്കെ വെച്ച് ഉലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവർ മധ്യമഭക്തന്മാരാണ്. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദുഷത്സുജാ പ്രേമമൈത്രീകൃതോപേക്ഷായ കരോതി സമധ്യമാം. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദുഷത്സുജാ പ്രേമമൈത്രീകൃതോപേക്ഷായ കരോതി സമധ്യമാം. അർച്ചായാമേവ ഹരേ പൂജാം ശ്രദ്ധേ ഹതേ
ഭക്തേഷു ചാന്യേഷു സ്വഭക്ത പ്രാകൃതസ്മൃതാം. ഇനി മൂന്നാമത്തെ ഭക്തൻ പ്രാകൃത ഭക്തൻ. ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ എന്ന് 3 തരത്തിലാണ് ഭക്തന്മാരെ. ഭക്തന്മാരെ തിരിച്ചിരിക്കും. ഭക്തിയല്ല, ഭക്തന്മാർ. ഉത്തമ ഭക്തന്മാരുണ്ട്, മധ്യമ ഭക്തന്മാരുണ്ട്, ഇനിയും പറയുന്ന പ്രാകൃത ഭക്തന്മാരാണ്. അച്ചായാം എന്നുവെച്ചാൽ അർച്ചിക്കേണ്ട വിഷയത്തിൽ, പ്രതിമകളിൽ, വിഗ്രഹങ്ങളിൽ, ബിംബങ്ങളിൽ ഏവ ഹരേ പൂജാം ശ്രദ്ധയാ ഈഹത്തെ. പ്രതിമയിൽ മാത്രം ആരാണോ ശ്രദ്ധയോടുകൂടി പൂജ ചെയ്യുന്നത്, വിഗ്രഹങ്ങളിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് സങ്കല്പിച്ച് അതിൽ മാത്രം പൂജ ചെയ്യുന്നവർ ആരാണോ, ഭക്തേഷു ഈശ്വര ഭക്തന്മാരെ പൂജിക്കില്ല. അവരിൽ ഈശ്വരനുണ്ടെന്ന് വിശ്വാസമില്ല. എന്നുവെച്ചാൽ അന്യേഷു മറ്റുള്ളവരിലും ചെയ്യില്ല. അങ്ങനെയുള്ള ഭക്തനെയാണ് പ്രാകൃത ഭക്തൻ എന്ന് വിളിക്കുന്നത്. ചിലർക്ക് ദൃഢബുദ്ധിയുണ്ട്, അമ്പലത്തിലെ വിഗ്രഹത്തിൽ മാത്രമേ ഈശ്വരനുള്ളൂ, വേറൊന്നുമില്ല. ഈശ്വര ഭക്തന്മാരായിട്ട് ജീവിച്ചു നടക്കുന്ന എത്രയോ പേരുണ്ട്, അവരിലൊന്നും ഈശ്വരനുള്ളതെന്ന് വിശ്വസിക്കില്ല. അതുപോലെ വേറെ അന്യജനങ്ങളിൽ അതും അവർ വിശ്വസിക്കില്ല. എല്ലാ ദിക്കിലും ഭഗവാൻ വസിക്കുന്നു എന്നറിയാതെ പ്രതിമകളിൽ മാത്രം ശ്രദ്ധയുള്ള ഹരിയെ പൂജിക്കുക, വിഗ്രഹത്തിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് വിചാരിച്ച് പൂജിക്കുക. വിഷ്ണു ഭക്തന്മാരിലും മറ്റുള്ളവരിലും സ്നേഹമില്ലാതെ അവരെ അന്യമായി കരുതുക, അങ്ങനെ അവരോട് പെരുമാറുക. ഇങ്ങനെയുള്ള ഭക്തന്റെ പേരാണ് പ്രാകൃത ഭക്തൻ എന്ന്. അചേതനമായ ശിലകളിൽ കൂടി ഭക്തി ഉണ്ടാവണം. ഒരു പാറ കണ്ടാൽ അത് ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് അവിടെ ആരാധിക്കാൻ പറ്റണം. ആ പാറയിൽ നിന്നും അടർത്തിയെടുത്ത ഒരു കഷ്ണം കൊണ്ടെന്ന് കൊത്തി വിഗ്രഹമാക്കി ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കുമ്പോൾ മാത്രമേ അതിൽ ഈശ്വര ചൈതന്യമുള്ളൂ എന്നല്ല വിചാരിക്കേണ്ടത്. അങ്ങനെ വിചാരിക്കുന്നവരെയാണ് പ്രാകൃത ഭക്തന്മാർ എന്ന് വിളിക്കുന്നത്. നിഗ്രഹ അനുഗ്രഹങ്ങൾ ചെയ്യാൻ കഴിവുള്ളത് ഈ വിഗ്രഹത്തിന്റെ ഈശ്വരൻ മാത്രമാണ് എന്ന് വിചാരിക്കുന്നതാണ് പ്രാകൃത ഭക്തന്റെ മറ്റൊരടയാളം. നമ്മെ അനുഗ്രഹിക്കാൻ ഈ വിഗ്രഹത്തിലെ ഈശ്വരനെ കൊണ്ടേ പറ്റുള്ളൂ. നമ്മെ നിഗ്രഹിക്കാനും ആ ഈശ്വരനെ പറ്റുള്ളൂ. അവിടെയാണ് ഈശ്വര ഭാവനയോട് പൂജിക്കേണ്ടത് എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ട് ഭക്തനായി കഴിഞ്ഞുകൂടുന്നവർക്ക് ബുദ്ധിയുടെ വികാസമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യസ്തത. പക്ഷെ അവൻ ഭഗവാന്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ എങ്ങും അറിയില്ല, എല്ലായിടത്തും നിറയുന്നതെന്ന് അറിയത്തില്ല. തന്നെക്കാൾ ശ്രേഷ്ഠനായ ഈശ്വരനുണ്ട് എന്ന് മാത്രം അറിയാം. അത് മനുഷ്യനല്ല, അത് ശിലയിൽ മാത്രമാണ്. അവിടെ പൂജിച്ചാലേ ഈശ്വരൻ പ്രസാദിക്കൂ. അവിടുത്തെ പൂജ കൊണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. ഇത് ഉയർന്നു 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 വരിക. പക്ഷെ അവനും ഭക്തനാണ്. അവനെയും ഭക്തന്മാരുടെ കൂട്ടത്തിലാണ് കൂട്ടുന്നത്. അവനെ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് വിഗ്രഹാരാധന വേണ്ടെന്ന് വെക്കാത്തത്. അതിനെ വളർത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ്. പ്രാകൃത ഭക്തി ആണെങ്കിലും അത് ഒരു ഭക്തന്റെ അടയാളമാണ്, ഭക്തിയുടെ ലക്ഷണം തന്നെയാണ്. അപ്പം എന്ത് ചെയ്യണം? ക്ഷേത്രങ്ങൾ, അതിലുള്ള വിഗ്രഹങ്ങൾ, കാരണം അതിലെങ്കിലും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും തങ്ങളുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി പോരുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. അത് ഭക്തിയുടെ ഒരു സമ്പ്രദായമാണ്, ഒരു ഭാവമാണ്. അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് മഹാത്മാക്കളായ ശ്രീശ്വരന്മാർ വിഗ്രഹാരാധന നിഷേധിക്കാത്തതും
അത് വേണമെന്ന് നിശ്ചയിച്ച് ഉറപ്പാക്കിയതും അതുകൊണ്ട്. എന്നാൽ ഇന്ന് ബുദ്ധിമാന്മാരും വേദാന്തികളും ജ്ഞാനികളുമാണെന്ന് നടിക്കുന്ന ചിലരെങ്കിലും വിഗ്രഹാരാധനയെ ദുഷിക്കുന്നുണ്ട്. ഇത് ശരിയല്ല എന്ന് പറയുന്നുള്ള അത് ആലോചനയില്ലാത്ത വിവേകമില്ലാത്ത പണ്ഡിതന്മാരാണ് അവർ എന്ന് ധരിക്കല്ലാണ്ട് വേറെ വഴിയില്ല. അതിനാൽ ഭക്തന്മാരെ മൂന്നായിട്ട് വിഭജിച്ചു. ഉത്തമൻ ഞാനും ഈശ്വരനും അഭേദമാണെന്ന് കാണുന്നവർ, മധ്യമൻ ഞാനും ഈശ്വരനും രണ്ടാണെന്ന് കാണുന്നവർ, പ്രാകൃതൻ വിഗ്രഹങ്ങളിൽ മാത്രം ഈശ്വര ലക്ഷണം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവിടെ ഭക്തന്മാരുടെ ലക്ഷണത്തെ ഭാഗവതം പറയാം. അർച്ചായാമേവ ഹരേ പൂജാം വിശ്രദ്ധേ ഹതേ തദ്ഭക്തേഷു ജാന്യേഷു സഭക്ത പ്രാകൃതസ്മൃതാം. അർച്ചായാമേവ ഹരേ പൂജാം വിശ്രദ്ധേ ഹതേ ന തദ്ഭക്തേഷു ജാന്യേഷു സഭക്ത പ്രാകൃതസ്മൃതാം. ഗൃഹീത്വാപീന്ദ്രിയേരർത്ഥാൻ യോ ന ദ്വേഷ്ടിത ഹൃഷ്യതി വിഷ്ണോർമായാമിതം പശ്യൻ സവൈ ഭാഗവതോത്തമം. ഇനി ഉത്തമ ഭാഗവതൻ ലക്ഷണം കുറച്ചുകൂടി പറയുകയാണ്. ഗൃഹീത്വാ അപി ഇന്ദ്രിയേഹി അർത്ഥാൻ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അർത്ഥങ്ങളെ വിഷയങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിലും ഗൃഹീത്വാ അപി സ്വീകരിച്ചിട്ടും ഇന്ദ്രിയേഹി ഇന്ദ്രിയങ്ങളെ കൊണ്ട് അർത്ഥാൻ ഇന്ദ്രിയാർത്ഥങ്ങളെ സ്വീകരിക്കുന്നെങ്കിലും യോ നദ്വേഷ്ടി ന ഹൃഷ്യതി. ആരാണോ ദ്വേഷിക്കാത്തത്, ആരാണോ സന്തോഷിക്കാത്തത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭൗതികമായ സുഖാനുഭൂതികളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതനുഭവിക്കുമ്പോഴും ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും അമിതമായ സ്നേഹം ഇല്ലാതെ ആരാണോ ജീവിക്കുന്നത്, ഇതൊക്കെ വിഷ്ണുവിന്റെ മായയാണ് ഈ ജഗത്തെന്ന് കണ്ടുകൊണ്ട് വിഷ്ണു മായാമയം ഇതം പശ്യൻ. ഇതം ഈ ജഗത്ത് വിഷ്ണുവിന്റെ മായയാണ് എന്ന് കണ്ടുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് ഫവൈ അവൻ തീർച്ചയായിട്ടും ഭാഗവതോത്തമാണ്, ഉത്തമനായ ഭാഗവതനാണ് അവൻ. ഈ മൂന്ന് പേരിൽ വെച്ച് യോഗ്യത കൂടിയത് ഉത്തമ ഭക്തനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നുകൂടി വിസ്തരിച്ച് പറയാം. ആദ്യം പ്രാകൃത ഭക്തനാവാം, അവിടെ നിന്ന് മധ്യമ ഭക്തനാവാം, അവിടെ നിന്ന് ഉത്തമ ഭക്തനിലേക്ക് എത്തണം. എല്ലാവരുടെയും ലക്ഷ്യം അതാണ്. അതുകൊണ്ട് ഉത്തമ ഭാഗവതന്റെ ലക്ഷണത്തെ ഒന്ന് വിസ്തരിച്ച് പറയാൻ പുറപ്പെടുക. അത് അറിഞ്ഞെങ്കിലല്ലേ അങ്ങോട്ട് നമുക്ക് ആകർഷണീയത ഉണ്ടാവുകയുള്ളൂ. കണ്ണ്, മൂക്ക്, അതേപോലെ ത്വക്ക്, നാവ് മുതലായ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് രൂപത്തെയും രസത്തെയും അതേപോലെ മണത്തെയും ഒക്കെ സ്വീകരിക്കുമ്പോൾ അത് സുഖവും ദുഃഖവും ഉണ്ടാക്കും. നല്ല മണം സുഖമുണ്ടാക്കും, ചീത്ത മണം ദുഃഖമുണ്ടാക്കും. നല്ല കാഴ്ചകൾ ആനന്ദമുണ്ടാക്കും, അല്ലാത്ത കാഴ്ചകൾ ദുഃഖമുണ്ടാക്കും. നല്ല സ്വാദുള്ള ഭക്ഷണം സുഖമുണ്ടാക്കും, സ്വാദില്ലാത്ത എന്തെങ്കിലും കൂടുതലുള്ള എരിവ് കൂടിയ, ഉപ്പ് കൂടിയ, പുളി കൂടിയ ഭക്ഷണം ദുഃഖമുണ്ടാക്കും. അപ്പം വിഷയങ്ങളെ സ്വീകരിക്കുമ്പോൾ അവയൊക്കെ ദുഃഖപ്രദങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ ഗ്രഹിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വന്നാലും സുഖവുമില്ല ദുഃഖവുമില്ല, രണ്ടും തുല്യമായി കാണാൻ പറ്റുക ഉത്തമ ഭക്തന്റെ അടയാളം. അപ്പൊ കണ്ണുകൊണ്ട് കാണുമ്പോൾ സാധാരണക്കാരെ ഇഷ്ടപ്പെടും, സന്തോഷിക്കും. ഇഷ്ടപ്പെടാത്ത വരുമ്പോൾ ദുഃഖിക്കും. പക്ഷെ ഒരു ഉത്തമ ഭക്തൻ ഇതൊക്കെ കണ്ടാലും ദുഃഖിക്കുകയില്ല, അസ്യം സന്തോഷിക്കുകയില്ല. നന്നായി കഴിയുന്നവരാണ്. നല്ല വാക്കുകൾ കേട്ടാലും ചീത്ത വാക്ക് കേട്ടാലും രണ്ടും കൊള്ളാം, നന്നായി എന്ന് പറയാൻ പറ്റില്ല. ചീത്ത വാക്ക് കേട്ടാൽ നമുക്ക് കൊള്ളാം, നന്നായി എന്ന് ആരോടും പറയാൻ പറ്റില്ല. അത് കേട്ടാൽ നമുക്ക് വിദ്വേഷം, ഭയങ്കര നമ്മളിലുള്ള അമർഷം ഒക്കെ ചാടി പുറത്തു വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തനായിരിക്കാൻ പറ്റുക. അപ്പൊ സുഖദുഃഖങ്ങൾ ഭൗതിക വസ്തുക്കളിൽ നിന്നും ആർജിക്കുന്നത് തുല്യമാണ്.
അത് രണ്ടും ഒന്നാണ്. രണ്ടിലും ഭേദഭാവന കാണാതിരിക്കുക. അങ്ങനെയുള്ളതാണ് യഥാർത്ഥത്തിൽ ഉത്തമമായ ഭക്തിയുടെ ലക്ഷണം എന്നൊരു തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. രണ്ടവസ്ഥയിലും നിർവികാരനായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനം കൂടുതൽ കിട്ടിയാൽ അതിൽ എന്ത് ചെയ്യും? ആനന്ദിച്ച് ഉൾപ്പുളകും കൊണ്ട് ഞെളിഞ്ഞു നടക്കും. ഇഷ്ടമല്ലാത്തതെന്തെങ്കിലും കിട്ടിയാൽ ദുഃഖിച്ച് സങ്കടപ്പെട്ട് നിലവിളിച്ച് വഴക്കുണ്ടാക്കുന്നു. ഇത് രണ്ടും ഇല്ലാതിരിക്കണം. ഉത്തമ ഭക്തൻ രണ്ടവസ്ഥയിലും നിർവികാരനായിരിക്കും. രണ്ടും അനുഭവിക്കും, പക്ഷെ രണ്ടിനെ കുറിച്ചും പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നിലിരിക്കുന്ന ധർമ്മത്തെ സൂക്ഷിച്ച് അറിയാത്തതിനാൽ മറ്റൊന്നിലിരിക്കുന്ന ആണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ദുഃഖത്തിന് കാരണം. ഒന്നിലിരിക്കുന്ന ഒരു ധർമ്മം, ആ ധർമ്മത്തെ സൂക്ഷിച്ച് അറിയാൻ പറ്റാത്തത് കൊണ്ട് അത് തന്നെ മറ്റൊന്നിലിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കാം. എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ ഞാൻ ഒരു വസ്തുവിനെ ഉൾക്കൊള്ളുമ്പോൾ ആ വസ്തുവിലിരിക്കുന്നതിനെ അല്ല ഞാൻ സ്വീകരിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള മനോഭാവമാണ് സ്വീകരിക്കാൻ കാരണം. ദുഃഖത്തോടെ എന്തിനേയും അനുഭവിക്കാം, സുഖത്തോടെ എന്തിനേയും അനുഭവിക്കാം. ഞാനാ നിശ്ചയിക്കും. ഒരു വസ്തുവും സുഖവും ദുഃഖവും തരുന്നതല്ല, ഇത് രണ്ടും നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഒരേ വസ്തു തന്നെ എനിക്ക് സുഖമായി അനുഭവിക്കാം, ദുഃഖമായി അനുഭവിക്കാം. ഇത് രണ്ടും ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഒരേ കാഴ്ച തന്നെ എനിക്ക് സുഖപ്രദമാകാം, ദുഃഖപ്രദവുമാകാം. ഈ കാഴ്ചയിൽ അല്ല സുഖദുഃഖങ്ങൾ. ഒരേ കാഴ്ച ഒരാൾക്ക് ഇഷ്ടപ്പെടും, വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരേ ഭക്ഷണം ഒരാൾക്ക് ഇഷ്ടപ്പെടും, വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. അത് ഭക്ഷണത്തിന്റെ കുഴപ്പമല്ല, ഇയാളുടെ മനസ്സിന്റെ കുഴപ്പമാണ്. ഇതുപോലെയാണ് ഭൗതിക വസ്തുക്കളൊക്കെ സുഖം തരുന്നതാണെന്നില്ല. ആരും സുഖവും ദുഃഖവും തരാൻ ഈ ലോകത്തിരിപ്പില്ല. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ സ്വയം അനുഭവിച്ചറിയാണ് സുഖദുഃഖങ്ങൾ. അതുകൊണ്ട് നമുക്ക് എന്തിനേയും സുഖമായി അനുഭവിക്കാം, എന്തിനേയും ദുഃഖമായി അനുഭവിക്കാം. ഇതാണ് ഒരു ഉത്തമ ഭക്തന്റെ സ്വഭാവം. അപ്പം അവിടെയാണ് സുഖം, ഇവിടെയാണ് ദുഃഖം എന്ന് വിചാരിക്കുന്നത് അറിവില്ലായ്മയുടെ സ്വരൂപമാണ്. ഒരാൾ കപ്പലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, അത് ബസ്സിൽ കൂടി വഴിയെ യാത്ര ചെയ്യുമ്പോൾ, ആ യാത്രയുടെ രണ്ടു വശത്ത് നിൽക്കുന്ന മരങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇയാൾക്ക് തോന്നൽ ഉണ്ടാവും. വാസ്തവത്തിൽ മരങ്ങൾ ഓടുന്നില്ല, ഓടുന്ന ആരാണ്? ഇയാൾ തന്നെയാണ്. ഈ വണ്ടിയാണ് ഓടുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് മരങ്ങൾ ഓടുന്നു എന്ന് നിശ്ചയിക്കുന്നത്. ഇത് നമ്മൾ നിത്യേന അനുഭവിച്ചറിയുന്നതാണ്. അതേപോലെ ഇത് അധ്യാസം എന്നതിന് പറയും വേദാന്ത ഭാഷയിൽ. അധ്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ ധർമ്മമല്ലാത്തത് അതിൽ സങ്കല്പിക്കുക. ഈ മരങ്ങൾ ഓടില്ല, ഓടുക എന്നുള്ള മരത്തിന്റെ ധർമ്മം അല്ല. ആ മരത്തിൽ ഓടുന്നു എന്നുള്ള ധർമ്മത്തെ അധ്യസിക്കുന്നു, അതിൽ കൽപ്പിക്കുന്നു. അത് തെറ്റാണ്, അത് ശരിയല്ല. ഇതേപോലെയാണ് ഭൗതിക പദാർത്ഥങ്ങളിൽ ദുഃഖത്തെ കൽപ്പിക്കുന്നത്. കാരണം ഈ ഭൗതിക പദാർത്ഥത്തിന്റെ സ്വഭാവമല്ല സുഖവും ദുഃഖവും. ഒരേ മരം തന്നെ നമുക്ക് സുഖവും തരും, ദുഃഖവും തരും. ഒരേ മാമ്പഴം തന്നെ സുഖം തരും, ദുഃഖം തരും. അത് കഴിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന അനുഭവമാണ് സുഖ ദുഃഖങ്ങൾ. കാരണം മാമ്പഴമല്ല. ഈ മാമ്പഴം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഉണ്ടായത് എന്ന് പറയാൻ പറ്റില്ല. അത് മാമ്പഴത്തിന് ദോഷമല്ല, എന്റെ ദോഷമാണ്, എന്റെ ശരീരഘടനയിൽ സംഭവിച്ച ദോഷമാണ്. അതിൽ ഈ മാമ്പഴം ചെന്നപ്പോൾ എനിക്ക് ദുഃഖമായി തീർന്നതാണ്. അതുപോലെയാണ് കയറിൽ പാമ്പുണ്ട് എന്നുള്ളതും അധ്യാസമാണ്, കൽപ്പിക്കലാണ്. ഇതേപോലെ യഥാർത്ഥ വസ്തുവിന്റെ സ്വരൂപത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് സുഖദുഃഖങ്ങൾ നമ്മൾ വസ്തുക്കളിൽ ആരോപിക്കുന്നത്. ആ തെറ്റിദ്ധാരണയ്ക്ക് നമ്മുടെ ഉള്ളിലുള്ള വിവേകത്തെ ഉപയോഗിച്ച് ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ദുഃഖവും ഒരു കാലത്തും ആർക്കും ഉണ്ടാവില്ല,
ഇളകിക്കൊണ്ടിരിക്കുന്ന കിണറ്റിലെ വെള്ളത്തിൽ സൂര്യന്റെ ബിംബം ഇളകിക്കൊണ്ടിരിക്കുന്നത് സൂര്യന്റെ കുഴപ്പം കൊണ്ടല്ല, കിണറ്റിലെ വെള്ളത്തിലെ ഓളം കൊണ്ടാണ്. ഒരു കുളത്തിലെ വെള്ളത്തിൽ സൂര്യൻ പ്രതിഫലിക്കുമ്പോൾ ആ സൂര്യൻ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. രാത്രിയിൽ, നിലാവുള്ള രാത്രിയിൽ വഴിയിലിറങ്ങി ദൂരം സഞ്ചരിച്ചു പോകുമ്പോൾ ചന്ദ്രൻ എന്റെ കൂടെ വരുന്നു എന്ന് തോന്നും. 10 കിലോമീറ്റർ ദൂരെ ചെന്നാലും ചന്ദ്രൻ എന്റെ മേളിൽ തന്നെ പെട്ടു. ഇവിടെ ചന്ദ്രനല്ല സഞ്ചരിക്കുന്ന, ആരാണ്? ഞാൻ തന്നെയാണ്. ചന്ദ്രൻ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ കൂടെ ഇതാ എന്റെ മുകളിൽ വന്നിരിക്കുന്നു ചന്ദ്രൻ. ഇതൊക്കെ അധ്യാസങ്ങളാണ്, ഇതൊക്കെ കൽപ്പനകളാണ്. ഇങ്ങനെയാണ് ഈ ശബ്ദാദികളായ എല്ലാ വിഷയങ്ങളും എന്റെ പുറകെ സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ ചാഞ്ചല്യം കൊണ്ട് അവയിൽ സങ്കല്പിക്കുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചിലത് ദുഃഖമായും ചിലത് സുഖമായും നമുക്ക് തോന്നിക്കുകയാണ്. ഈ തോന്നൽ സത്യമല്ല. അതുകൊണ്ട് വിഷയസംബന്ധം കൊണ്ട് ആത്മാവശം സുഖമോ ദുഃഖമോ ഉണ്ടാവില്ല എന്നുള്ള സത്യം ആര് തിരിച്ചറിയുന്നു അവൻ ഉത്തമ ഭക്തൻ. നോക്കൂ, എന്ത് മനോഹരമായി ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം ഈ ഹരി എന്ന നവയോഗിയുള്ള ഒരാൾ യദുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് ആരിലും ഒരു വിഷയത്തിലും ദ്വേഷവും വേണ്ട, സ്നേഹവും വേണ്ട. സ്വപ്ന പദാർത്ഥം പോലെ ജഗത്ത് മിഥ്യയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിർവികാരമായി എന്തിനേയും അനുഭവിക്കാൻ പറ്റും. ഈ അനുഭവമാണ് ആത്മാനന്ദം തരുന്നത്. അത് ഉത്തമ ഭക്തന്റെ ലക്ഷണമാണ്. ഗൃഹീത്വാപീന്ദ്രിയേർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി വിഷ്ണുർമായാമയമിദം പശ്യൻ സ്വവൈ ഭാഗവതോത്തമാം. ഗൃഹീത്വാപീന്ദ്രിയേർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി വിഷ്ണുർമായാമിദം പശ്യൻ സ്വവൈ ഭാഗവതോത്തമാം. ദേഹേന്ദ്രിയ പ്രാണമനോധിയം യോ ജന്മപ്യേക്ഷുഭയതർഷകൃത്സ്രൈ സംസാരധർമ്മൈരവിമുഖ്യമാനഹരേ ഭാഗവതപ്രധാനാം. ദേഹ ഇന്ദ്രിയ പ്രാണ മനോധിയ, ദേഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഈ 5 കൂടി ചെയ്തതാണ് നമ്മളൊക്കെ. ഞാൻ എന്ന് ഞാൻ വിളിക്കുന്ന എന്നിൽ ഇരിക്കുന്ന ഘടകങ്ങൾ 1 ശരീരമാണ്, 2 ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്, 3 ഇവയെ സജീവമാക്കുന്ന പ്രാണനാണ്, 3 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സാണ്, 5ാമത്തേത് ഈ മനസ്സിനെ കൂടി നിയന്ത്രിക്കുന്ന ബുദ്ധിയാണ്. ഈ 5 ദേഹ ഇന്ദ്രിയ പ്രാണ മനോധിയാം, ഇവയുടെ ആരാണോ ഇവയുടെ ജന്മ അപ്യയ ക്ഷുത്ത് ഭയ കൃഷ്ണ പ്രവത്സൈഹി സംസാരധർമ്മൈഹി അവിമുഖ്യമാന. ജന്മ ജനനം, അപ്യയം നാശം മരണം. ജന്മ അപ്യയ, അപ്യയം ഒരു വാക്കാണ്. അപി അയം എന്നൊന്നും രണ്ടാക്കാൻ പറ്റില്ല. അപ്യയം ഒരു വാക്കാണ്. അതെപ്പോഴും ഇത് പഠിച്ചു വരുമ്പോൾ ഒന്നുകിൽ അപ്പുറയൊക്കെ കോമയിട്ട് അല്ലെ വാക്ക് എഴുതി വെച്ച് അർത്ഥം വെച്ച് മനസ്സിലാക്കണം. അപ്യയം നാശമാണ്, ഇവിടെ മരണമാണ്. ജന്മ അപ്യയം ജനന മരണങ്ങൾ. ക്ഷുത്ത് വിശപ്പ്. ഭയം നമുക്കറിയാം. ഭയ തർഷ എന്ന് വെച്ചാൽ വിഷമം. അതുപോലെ എന്താ അവിടെ കൃച്ഛ്രം പ്രയാസം. അപ്പം ജനനം, മരണം, ഭയം, വിശപ്പ്, ദാഹം, അതേപോലെ വിഷമതകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം സംസാരധർമ്മൈഹി അവിമുഖ്യമാന, സംസാരധർമ്മങ്ങളാൽ മോഹിക്കാതിരിക്കുന്നുവോ? എങ്ങനെ? സ്മൃത്യാ ഹരേഹി, ഹരിയുടെ സ്മൃതി കൊണ്ട്.
അവൻ ഭാഗവത പ്രധാനം, അവൻ പരമഭക്തനാണ്, അവൻ ഉത്തമ ഭക്തനാണ്. ദേഹധർമ്മങ്ങളുണ്ട്, ഇന്ദ്രിയധർമ്മങ്ങളുണ്ട്, പ്രാണധർമ്മങ്ങളുണ്ട്, മനോധർമ്മങ്ങളുണ്ട്, ബുദ്ധിയുടെ ധർമ്മങ്ങളുണ്ട്. അത് അവരുടെ പ്രവർത്തന ഘടനയാണ്. ദേഹത്തിന്റെ ധർമ്മങ്ങൾ ദേഹത്തുണ്ട്, ഇന്ദ്രിയത്തിന്റെ ധർമ്മങ്ങൾ ദേഹത്തിന്റെ ധർമ്മങ്ങൾ എന്താണ്? വലുതാവുക, ചെറുതാവുക, ദാഹിക്കുക, വിശക്കുക, ഈ പറയുന്ന എന്താണ്? വണ്ണം വയ്ക്കുക, ക്ഷീണിക്കുക, ഇതൊക്കെ ശരീരധർമ്മങ്ങളാണ്. ഇന്ദ്രിയത്തിന്റെ ധർമ്മങ്ങൾ കാണുക, കേൾക്കുക, അതുപോലെ മണക്കുക, രസമറിയുക, അതൊക്കെ എന്റെ ധർമ്മമാണ്. പിന്നെ പ്രാണന്റെ ധർമ്മങ്ങൾ ശ്വാസോച്ഛ്വാസഗതിയിലൂടെ ഇവയെ നിലനിർത്തുകയാണ്. മനസ്സിന്റെ ധർമ്മം ചാഞ്ചല്യമാണ്. അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അതാണോ, ഇതാണോ, സംശയ വിപര്യങ്ങൾ മനസ്സിന്റെ ധർമ്മമാണ്. ബുദ്ധിയുടെ ധർമ്മം ഉറപ്പിക്കലാണ്, ഒന്നേ ഉള്ളൂ, ഇതാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തലാണ്. അപ്പൊ ഇവയ്ക്കെല്ലാം അവയവയുടെ ധർമ്മങ്ങൾ, ഈ ധർമ്മങ്ങൾ നമ്മെ മോഹിപ്പിക്കാൻ കാരണമാകും. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്, ബുദ്ധി ഇവയുടെ സൃഷ്ടിയും നാശവും വിശപ്പും ദാഹവും ഭയവും ആഗ്രഹവും ഒക്കെ എന്നിങ്ങനെ സംസാരധർമ്മങ്ങളെ കൊണ്ട് മോഹിക്കാതിരിക്കണം. ഇതൊക്കെ ദേഹധർമ്മങ്ങളാണ്, ആത്മധർമ്മങ്ങളല്ല എന്ന ഭാവന ഉറയ്ക്കണം. ക്ഷീണിക്കുകയും തളരുകയും ഒക്കെ വണ്ണം വെക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ്? ശരീരത്തിനാണ്, എനിക്കല്ല. ഞാൻ ഇതിന്റെ അപ്പുറത്താണ്. എന്റെ ശരീരം വണ്ണിക്കുന്നു എന്നേ പറയുള്ളൂ, ഞാൻ വണ്ണിക്കുന്നു ആരും പറയാറില്ല. എന്റെ ശരീരത്തിന് ബലമില്ലെന്നേ പറയുള്ളൂ, ഞാൻ ബലമില്ലെന്ന് ആരും പറയില്ല. എന്റെ അവയവങ്ങൾ ക്ഷീണിക്കുന്നു എന്നേ പറയുള്ളൂ, ഞാനല്ല അവിടെ ക്ഷീണിക്കുന്നു. അപ്പൊ ഇതെല്ലാം ആത്മധർമ്മങ്ങൾ. ഞാനെന്ന ആത്മധർമ്മമല്ല, ശരീരത്തിന്റെ ധർമ്മങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ സംസാരധർമ്മത്തിൽ മോഹിക്കരുത്. എങ്ങനെ മോഹിക്കാതിരിക്കും? ഹരേ സ്മൃത്യാം, ഈശ്വരന്റെ സ്മൃതി ഉള്ളിലുണ്ടെങ്കിൽ ഇതിൽ മോഹിക്കില്ല. ഇതിൽ മോഹിക്കുമ്പോൾ അറിയണം എന്നിൽ ഈശ്വര സ്മൃതി ഇല്ല. ഒരു ഭക്തന്റെ ലക്ഷണം അതാണ്. ഞാൻ ഈ ശരീരത്തിലും ഇന്ദ്രിയത്തിലും മനസ്സിലും അവരുടെ പ്രാണനിലും ബുദ്ധിയിലുമൊക്കെ ഇതൊക്കെ ആണ് എന്റെ ധർമ്മം എന്ന് ധരിച്ചുകൊണ്ട് അതിൽ ദുഃഖിക്കുകയോ അതിനുവേണ്ടി വ്യാപരിക്കുകയോ ചെയ്യുന്ന കണ്ടാൽ അവൻ ഉത്തമ ഭക്തനല്ല എന്നിട്ട്. ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം ഇങ്ങനെ വേണം തിരിഞ്ഞത്. ഇങ്ങനെ ശരീരേന്ദ്രിയ മനസ്സുകൾക്ക് എന്തൊക്കെ വന്നാലും അതൊക്കെ എന്റെ ധർമ്മമല്ല, അതൊക്കെ ശരീരത്തിന്റെ ധർമ്മം. അത് പൊക്കോളും. അത് വളരട്ടെ, വലുതാകട്ടെ, ചെറുതാകട്ടെ, പൊക്കോളും. ബാല്യ, കൗമാര, യൗവനാദികളായ ഭാവങ്ങളൊക്കെ ശരീരത്തിനാണ് ഉണ്ടാവുക, എനിക്കല്ല വാസ്തവത്തിൽ. അപ്പോഴേക്ക് ഞാൻ ഒരാളെ ഉള്ളൂ, ഏതവസ്ഥയിലും ഞാനേ ഉള്ളൂ. അതേപോലെയാണ് വിശപ്പും ദാഹവും ഒക്കെ ഇതിന്റെ ധർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് അവയെ അടക്കി നിർത്താൻ പറ്റുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, സുഖം, ദുഃഖം ഇതെല്ലാം മനസ്സിന്റെ ധർമ്മങ്ങളാണ്. അതേപോലെ ബുദ്ധിയുടെ ധർമ്മം ഉറപ്പിക്കലാണ്. ഇതല്ല ശരി, ഇതാണ് ശരി എന്ന് ഉറപ്പിക്കലാണ്. ഇവയെല്ലാം ദേഹധർമ്മങ്ങളല്ലാതെ ആത്മധർമ്മങ്ങൾ അല്ല. ഇവയെ ആത്മധർമ്മങ്ങളാണെന്ന് ആരാണോ തെറ്റിദ്ധരിക്കുന്നത് അവന് മോഹമുണ്ടാകും, ദുഃഖമുണ്ടാകും. ഈ അബദ്ധ വിചാരം അവനെ ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിക്കും. ശുദ്ധമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ ആനന്ദം അനുഭവിക്കാതിരിക്കുന്നവൻ ആരോ അവൻ ഭക്തനല്ല. ഏതവസ്ഥയിലും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാരോ അവനാണ് ഉത്തമം. ശരീരം ക്ഷീണിച്ചാലും നന്നായാലും ഈ ഏത് ധർമ്മങ്ങൾ, വിശപ്പ് വന്നാലും ദാഹം വന്നാലും കാമം വന്നാലും ക്രോധം വന്നാലും കോപം വന്നാലും ഒക്കെ അതിന് വശംവദനായി പോവാതെ
അതിൽ നിന്നും പിന്തിരിഞ്ഞ് ആര് നിൽക്കുന്നുവോ അവൻ ഉത്തമ ഭക്തനാണ്. എത്ര ദേഷ്യപ്പെട്ടാലും തിരിച്ച് ദേഷ്യപ്പെടാതിരിക്കുന്ന ഒരാളെ നമ്മുടെ കൂട്ടത്തിൽ കണ്ടാൽ അവൻ ഭക്തനാണെന്ന് വിചാരിച്ചു. ഇതാണ് ഒരു ഭക്തനെ തിരിച്ചറിയാനുള്ള ഉപായം. ഏർലിംഗൈഹി എന്നാണ് ചോദ്യം. ഏതൊരു അടയാളം കൊണ്ട് ഒരു ഭക്തനെ ഇന്നത്തെ ലോകത്ത് തിരിച്ചറിയാൻ പറ്റും? ചന്ദനപ്പൊട്ട് തൊട്ടുകൊണ്ടോ, കുറിയിട്ടത് കൊണ്ടോ, കാവ്യം എടുത്തത് കൊണ്ടോ, ഭാഗവതം കയ്യിൽ കൊണ്ടു നടന്നുകൊണ്ടോ, എപ്പോഴും ഉറക്ക നാമം ചൊല്ലി അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ടോ മാത്രം ഒരു ഭക്തന്റെ ലക്ഷണം ആവില്ല. അവിടുന്ന് ഇറങ്ങി വന്ന് അവന്റെ മനസ്സും ഇന്ദ്രിയവും ബുദ്ധിയും ഒക്കെ ദുർവിചാരങ്ങളാൽ വശംവദനായി തീർന്നു പോവുകയാണെങ്കിൽ അവനെ മധ്യമനെ ഭാഗവതം പറയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് കാണുന്ന ഭക്തന്റെ അടയാളങ്ങളൊന്നും ശരിയായ ഭക്തന്റെ അടയാളം അല്ല. അത് പ്രാകൃതമോ മധ്യമോ ആവുകയുള്ളൂ. ഒരു ഉത്തമനായ ഭക്തന്റെ ലക്ഷണം ഇങ്ങനെ വേണം തിരിച്ചറിയാൻ. അയാളുടെ ആചരണം കൊണ്ട്, അയാളുടെ നടപ്പ് കൊണ്ട്, അയാളുടെ ഭാഷ കൊണ്ടൊക്കെ നമുക്ക് തിരിച്ചറിയാം ഇയാൾ ഉത്തമ ഭക്തനാണ്. ദേഹേന്ദ്രിയ പ്രാണമനോധിയാം യോ ജന്മപ്യക്ഷുഭയദർശകൃത്രൈ സംസാരധർമ്മൈരവിമുഖ്യമനസ്മൃത്യ ഹരേ ഭാഗവത പ്രധാനാം. ദേഹേന്ദ്രിയ പ്രാണമനോധിയാം യോ ജന്മപ്യേക്ഷുഭയദർശകൃത്രൈ സംസാരധർമ്മൈരവിമുഖ്യമനസ്മൃത്യ ഹരേ ഭാഗവത പ്രധാനാം. കാമകർമ്മബീജാനാം യസ്യേതസി സംഭവാം വാസുദേവൈകനരേ ഫവൈ ഭാഗവതോത്തമ. തീർന്നില്ല ഉത്തമ ഭാഗവതന്റെ ലക്ഷണം. കാമത്തിനും കർമ്മത്തിനും ബീജമായിരിക്കുന്ന കാമകർമ്മ ബീജാനാം, കാമത്തിനും കർമ്മത്തിനും ബീജങ്ങളായിരിക്കുന്നത് പുണ്യപാപങ്ങളാണ്. അവയുടെ സംഭവ ഉൽപ്പത്തി കാമകർമ്മ ബീജാനം സംഭവ യസ്യ ചേതസി. ആരുടെ മനസ്സിലാണോ ഉണ്ടാകുന്നത്? വാസുദേവൈക നിലയ. വാസുദേവൻ മാത്രമാണ് ഏകനിലയം എന്ന് ആരുറപ്പിച്ചു വസിക്കുന്നു അവൻ ഉത്തമ ഭാഗവതനാണ്. വിഷയങ്ങളെ അനുഭവിക്കാനുള്ള ആഗ്രഹം ഏത് മനുഷ്യനും ഉണ്ടാകും. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ധാരാളം കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ഇന്ന് ചെയ്യുക. ഒരു വസ്തു വേണം എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ആഗ്രഹം ഉണ്ടായാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല ജോലി ചെയ്ത്, കടമെടുത്ത്, ലോൺ എടുത്ത്, കളം മേടിച്ച്, അവിടുന്ന് മേടിച്ച്, ഇവിടുന്ന് എടുത്ത് ഒക്കെ ഏതെങ്കിലും തരത്തിൽ ആ കാമത്തെ സാധിപ്പിക്കാനുള്ള കർമ്മം, വ്യാപാരം, അത് ചെയ്തുകൊണ്ടേ, അത് ചെയ്തിട്ട് ആ ആഗ്രഹത്തെ നമ്മൾ സാധിക്കേണ്ടി വരും. അങ്ങനെ ആകുന്നതുകൊണ്ടാണ് പുണ്യപാപങ്ങൾ ഉണ്ടാകുക. അപ്പൊ കാമകർമ്മങ്ങൾക്ക് ബീജം പുണ്യപാപങ്ങൾ. പുണ്യമാണ് ഉള്ളിലിരിക്കുന്നതെങ്കിൽ ഈ കാമനകൾ കാമിക്കും, പക്ഷെ സാധിക്കാൻ വേണ്ടി എത്തിക്കില്ല. വേണ്ട നിൽക്കും, അതൊക്കെ മതി. അതിനുവേണ്ടിയുള്ള കർമ്മം ഉപേക്ഷിക്കും. എന്നിട്ട് ഈ കർമ്മചേതന ഈശ്വരനിലേക്ക് തിരിച്ചുകൊള്ളും. ഇതൊരു ഭക്തന്റെ അടയാളമാണ്. എത്ര സൂക്ഷ്മമായിട്ടുള്ള വ്യാസം കണ്ടെത്തിയിരിക്കുന്നു. ഓരോ ഉത്തമ ഭക്തന്മാരുടെ ലക്ഷണത്തെ കുറിച്ച്. ഇനിയും ജന്മപരമ്പരകൾ ഉണ്ടാകാനുള്ള വിത്ത് ഈ പുണ്യപാപങ്ങളാണ്. ഇത് ആരുടെ മനസ്സിലില്ലയോ അവൻ ഉത്തമ ഭക്തനാണ്. പുണ്യവും ഇല്ല, പാപവും ഇല്ല, രണ്ടുമില്ല. സർവവ്യാപിയായ ഭഗവാന്റെ പാദം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ മറ്റു വിഷയങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കുക, സ്വല്പസുഖത്തിന് വേണ്ടി വിഷയങ്ങളെ ആഗ്രഹിക്കാതിരിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കാതിരിക്കുക. ഇത് പരമമായ ഭക്തി ഉറയ്ക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അനുഭവമാണ്. ഇത് ആരനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നുവോ അവൻ ഉത്തമ ഭക്തൻ. കണ്ടെത്തിക്കൊള്ളു ഒഴികൊടുക്കില്ല. എത്ര എണ്ണോ പറഞ്ഞു തരിക. ന കാമകർമ്മ ബീജാനം യസ്യേതസി സംഭവാം വാസുദേവൈക നിരയഫവൈ ഭാഗവതോത്തമ. ന കാമകർമ്മ ബീജാനം യസ്യേതസി സംഭവാം വാസുദേവൈക നിരയഫവൈ ഭാഗവതോത്തമ. നൈഷ്യ ജന്മകർമ്മഭ്യാം ന വർണ്ണാശ്രമജാതിഭി സജ്ജതസ്മിന്നഹം ഭാവോ ദേഹേ വൈ സഹരേ പ്രിയാം. യസ്യ യാതൊരുവനെ ജന്മകർമ്മഭ്യാം, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും,
ജന്മകർമ്മങ്ങൾ കൊണ്ട് വർണ്ണാശ്രമ ജാതിഭി വർണ്ണാശ്രമാദികളായ ഭേദങ്ങൾ കൊണ്ട് ജാതികൾ കൊണ്ട് യസ്മിൻ ദേഹേ യാതൊരു ശരീരത്തിൽ അഹംഭാവ ഞാൻ എന്ന ഭാവം ന സജ്ജതേ ഉണ്ടാകുന്നില്ലയോ ഫവൈ ഹരേഹ പ്രിയ അവനാണ് ഹരിക്ക് പ്രിയനായ ഉത്തമ ഭക്തൻ. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വർണ്ണം കൊണ്ടും ആശ്രമം കൊണ്ടും അഹംഭാവം ഉണ്ടാവാതിരിക്കുന്നവനാണ് പരമ. പലരുടെയും അഹംഭാവം ജന്മം കൊണ്ടാണ്. ഞാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, ഞാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു, ഞാൻ മനുഷ്യകുലത്തിൽ ജനിച്ചു എന്നല്ല തോന്നില്ല. അപ്പം അവരുടെ ജന്മം, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, ഞാൻ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുക, എത്ര പേർക്ക് ഞാൻ ധനമുണ്ടാക്കി കൊടുത്തു, എത്ര പേർക്ക് ജോലി മേടിച്ചു കൊടുത്തു, എത്ര പേർക്ക് ആഹാരം കൊടുത്തു, എത്ര പേരെ ഉപദ്രവിച്ചു, അത് പറയില്ല. അപ്പൊ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അതിന് വർണ്ണവും ആശ്രമവും, ഞാൻ ആരാണ്, സന്യാസിയാണ്, അതേപോലെ ഞാൻ വാനപ്രസ്ഥനാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ദേവനാണ്, ഞാൻ മനുഷ്യനാണ് എന്നിങ്ങനെ ഈ ഭേദങ്ങൾ കൊണ്ട് ആർക്കാണോ അഹംബുദ്ധി കൂടുന്നത്, ഞാൻ എന്ന ഭാവം കൂടുന്നത്, അവൻ ഉത്തമ ഭക്തനല്ല. ഇതൊക്കെ ശരീരത്തെ മാത്രമേ ബാധിക്കുള്ളൂ, എന്നെ ബാധിക്കില്ല എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ ധർമ്മങ്ങളൊക്കെ ലോകത്തിൽ ഉത്കൃഷ്ടമാണെന്നും മറ്റ് നികൃഷ്ടമാണെന്നും കരുതുന്നു. ഈ വിചാരം ഉണ്ടാകുന്നത് ഭഗവാന്റെ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഹരിയിൽ ഏറ്റവും പ്രിയപ്പെട്ടനായ ഒരു ഭക്തൻ ഞാൻ ഇന്ന ആളാണ് എന്ന് അഹംഭാവം ഉണ്ടാവില്ല. ഈ അഹംഭാവം ഒരിക്കലെങ്കിലും പറയാത്ത ഒരാൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ അവൻ ഉത്തമ ഭക്തൻ. ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഇന്ന ഗുണമുള്ളവനാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാതിരിക്കുന്നവരാരുണ്ടോ അവരാണ് ഉത്തമ ഭക്തൻ. ഇത് പറഞ്ഞുകൊടുക്കുന്ന ഉത്തമ ഭക്തനല്ല. അടുത്ത ആളെയാണ് നശ്യ ജന്മകർമ്മഭ്യാം വർണ്ണാശ്രമജാതിഭി സജ്ജത അസ്മിന്നഹംഭാവോ രേഹേ വൈഭാരേ പ്രിയാം നശ്യ ജന്മകർമ്മഭ്യാം വർണ്ണാശ്രമജാതിഭി സജ്ജത അസ്മിന്നഹംഭാവോ രേഹേ വൈഭാരേ പ്രിയാം നശ്യസ്വപരൈതി വിത്തേഷ്വാത്മനിവാഭിതാം സർവഭൂതസമശാന്തസ്വൈ ഭാഗവതോത്തമ. യാതൊരുവനാണോ സ്വപരൈതി തൻ്റേതെന്നും മറ്റുള്ളവൻ്റേതെന്നും അന്യൻ്റേതെന്നും വിത്തേഷു ധനങ്ങളിൽ ആത്മനിവാഭിത ഉള്ളിൽ ഭേദം ആർക്കാണോ ഉണ്ടാകാതിരിക്കുന്നത് അവൻ പരമഭക്തനാണ്. സർവഭൂതസമ എല്ലാ ഭൂതങ്ങളിലും ഒരു തുല്യതയുള്ളത്, ശാന്തനായിരിക്കുക, അവൻ തന്നെയാണ് ഉത്തമനായ ഭക്തൻ. ഈ ധനവും പുത്രനും അതേപോലെ ഭൗതികമായ ഏത് സമ്പത്തുകളും ശരീരത്തെ സംബന്ധിക്കുന്നതാണ്. ശരീര സംബന്ധികളാണ് ധനാദികളും പുത്രാദികളും. അത് എൻ്റെ എന്നുള്ള ഭേദബുദ്ധി തോന്നാതിരിക്കാം. എൻ്റെ പുത്രൻ എന്നല്ല പുത്രൻ എന്ന് മാത്രം തോന്നിയാൽ മതി. എൻ്റെ ധനം എന്ന് തോന്നണ്ട ധനം എന്ന് മാത്രം തോന്നിയാൽ മതി. ഈ ഭേദബുദ്ധി അവന്റെ ധനവും എൻ്റെ ധനവും ധനം തന്നെ. അവന്റെ കയ്യിലിരിക്കുന്ന 10 രൂപയും എൻ്റെ കയ്യിലിരിക്കുന്ന 10 രൂപയും ധനം തന്നെയാണ്. ഇത് എന്റേത് മാത്രമാണ്, അത് അവൻ്റേത് മാത്രമാണെന്ന് ഭേദബുദ്ധി ഉണ്ടാവാതിരിക്കുക. ധനത്തെ ധനമായി തന്നെ അംഗീകരിക്കുക, പുത്രനെ പുത്രനായി തന്നെ അംഗീകരിക്കുക. ഇങ്ങനെ എല്ലാറ്റിലും ആരാണോ ഒരുപോലെ കാണുന്നത് അവനെയാണ് ഉത്തമ ഭക്തൻ എന്ന് വിളിക്കുന്നത്. എല്ലാവരിലും ദയ ഉണ്ടാകുക, എല്ലാവരോടും സന്തോഷം ഉണ്ടാകുക, എല്ലാ ഇന്ദ്രിയങ്ങളും ശാന്തമായിരിക്കുക. അത് ഭഗവാൻ ഉള്ളിലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ
എല്ലാറ്റിലും ഭഗവാനാണെന്ന് സങ്കല്പിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇരുട്ടുള്ള ഒരു മുറിയില് സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രമേ പദാർത്ഥത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെയാണ് ഈശ്വര തത്വജ്ഞാനം. ലോകത്തിലുള്ള എല്ലാത്തരം ദുഃഖങ്ങൾക്കും കാരണം അഹന്തയും മമതയുമാണ്. എന്റേതാണ്, ഞാനാണ് എന്നുള്ള ഭാവമാണ് ദുഃഖത്തിന് കാരണം. ഈ ഭേദഭാവനയാണ് അജ്ഞാനത്തിന്റെ ലക്ഷണം. ഭഗവാന്റെ പ്രകാശമാകുന്ന വെളിച്ചം കൊണ്ട് ഈ അജ്ഞാനത്തെ മാറ്റിയിട്ട് പദാർത്ഥങ്ങളെ ഉള്ളതുപോലെ കാണട്ടെ. അതാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം. സൂര്യന്റെ പ്രകാശത്തിൽ എല്ലാ പദാർത്ഥങ്ങളും തെളിഞ്ഞു കണ്ട് തിരിച്ചറിയുന്നത് പോലെ ഭഗവത് ഭക്തിയുടെ പ്രകാശത്തിൽ ഈ കാണുന്ന ഒന്നും എന്റേതല്ല എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ അത് ഉത്തമനായ ഭക്തന്റെ അടയാളമാണ്. ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഠ സ്മൃതിരാജിതാത്മഫുരാദിഭ്രമൃഗ്യാത് ഭഗവത് പദാരവിന്ദാൽ ലവനിമിഷാർത്ഥമപി സ്വവൈഷ്ണവഗ്ര്യാം. ഭഗവത് ഭക്തന്മാരിൽ അഗ്രനായിരിക്കുന്നത് ആരാണ്, അതിൽ ഉത്കൃഷ്ടനായിരിക്കുന്നത് ആരാണ് എന്ന് പറയാൻ പുറപ്പെടുക. ത്രിഭുവന വിഭവഹേതവേവി, മൂന്ന് ലോകത്തിലും ഉള്ള സമസ്ത വിഭവങ്ങളും എനിക്ക് അധീനമാണ് എന്നിരിക്കലും ത്രിഭുവന വിഭവഹേതവേ അപി അകുണ്ഠസ്മൃതി, അതൊക്കെ തനിക്ക് കിട്ടുമെങ്കിലും അകുണ്ഠമായ സ്മൃതി, ദുഃഖത്തിന്റെ ലേശം പോലും ഏൽക്കാത്ത ഒരു സ്മൃതി, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്നായി തിരിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്മൃതി, അജിത ആത്മഫുരാദിഭി വിമൃഗ്യാത്, വിമൃഗ്യാത് അന്വേഷിക്കുന്നതാണ്. അജിത ആത്മഫുരാദിഭി, മനസ്സിനെ ജയിക്കാത്ത, അജിതം ജയിക്കാത്ത, മനസ്സിനെ ജയിക്കാത്തവരായ ആത്മഫുരാദിഭി, തന്നെ പോലെ ഉള്ളവരും ദേവന്മാർ മുതലായവരാലും അന്വേഷിക്കാൻ യോഗ്യമായ ഭഗവത് പാദാരവിന്ദ, ഭഗവാന്റെ പാദാരവിന്ദത്തിൽ നിന്നും ആരുടെ മനസ്സാണോ ലവ നിമിഷാർത്ഥമപി ന ചലതി, നിമിഷാർത്ഥത്തിന്റെ ഒരു ലവം പോലും ചലിക്കാതിരിക്കുന്നത് യഹാഫ വൈഷ്ണവഗ്ര്യ, അവൻ വൈഷ്ണവന്മാരിൽ വെച്ച് അഗ്രിമനാണ്, ഒന്നാമനാണ്. ഒരു പക്ഷെങ്കിൽ ഒരാൾക്ക് മൂന്ന് ലോകത്തിന്റെയും ആധിപത്യം കിട്ടിയെന്നിരിക്കാം. അപ്പോൾ അല്പസമയം പോലും ഭഗവത് ഭജനം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ത്രിലോകാധിപത്യത്തെയും അല്പസമയത്തിലുള്ള ഭഗവത് ഭജനവും അതുകൊണ്ട് കിട്ടുന്ന സുഖം തുല്യമല്ല എന്ന് അറിവുള്ളത്, അതിന് അല്പസമയമെങ്കിലും വിട്ടിരിക്കാൻ മനസ്സ് വരാതിരിക്കുക, അവൻ വിഷ്ണുഭക്തന്മാരുടെ ചരിത്രശാലി. ഈ ത്രിഭുവനത്തിന്റെ ആധിപത്യം മുഴുവൻ എനിക്ക് കിട്ടുക, അതിനെയും ഭഗവത് ഭക്തിയെയും ഒരുപോലെ വിചാരിക്കാം. ഈ ത്രിഭുവനത്തിന്റെ ആധിപത്യമായ ഏറ്റവും വലുത് ഭഗവത് ഭക്തി അതിനേക്കാളൊക്കെ എത്രയോ ചെറുതാണ്. അതിന് കുറച്ച് സമയം മതി, അതിന് ഇത്തിരി ചിന്ത മതി എന്നൊക്കെ അതിനെ കുറച്ചിട്ട് ത്രിഭുവനാധിപത്യത്തെ വലുതാക്കി കാണിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് അവന് ഭക്തിയില്ല, ഉത്തമഭക്തനല്ല. ഈ ത്രിഭുവനത്തിന് ആധിപത്യം മുഴുവൻ തന്നാലും അതിനേക്കാൾ മേലാണ് ഭഗവത് ഭക്തി എന്നാരും വിചാരിക്കും. ഈ ത്രിഭുവന വിഭവ ഹേതവേ അപി, അതൊക്കെ ഉണ്ടായിട്ടും അകുണ്ഠിതമായ സ്മൃതി കൊണ്ട് അജിത് ആത്മഫുരാദിഭി വിമൃഗ്യാത്,
ഒരിക്കലും മനസ്സിനെ ജയിക്കാത്ത ദേവന്മാർ പോലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത്പാദാരവിന്ദ ലവ നിമിഷാർത്ഥമപീയഹ എന്ന ചലതി, അവൻ തന്നെയാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ ഉത്തമ ഭക്തൻ. ഉത്തമമായ വസ്തു കൊടുത്തിട്ട് നികൃഷ്ട വസ്തു വാങ്ങുന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമല്ലല്ലോ. അതുകൊണ്ട് ധാരാളം ധനം കൊടുത്തിട്ട് വാങ്ങേണ്ടത് വിഭവങ്ങളല്ല, കിട്ടേണ്ടത് മനസ്സിന്റെ ആത്മസമാധാനമാണ്. അത് ഭക്തി കൊണ്ടേ കിട്ടുള്ളൂ. ദിവ്യമായ ഭഗവത് ഭജനം കൊണ്ട് മാത്രമേ ആത്മസുഖം നേടാൻ പറ്റൂ. ധനം കൊണ്ട് ആത്മസുഖം നേടാൻ പറ്റില്ല, ദുഃഖമായി തീരുള്ളൂ. ഇതാണ് ഉത്തമ ഭക്തൻ ലക്ഷണം. ഇതാണ് വിവേകത്തിന്റെയും വൈരാഗ്യത്തിന്റെയും സ്വരൂപം. എത്ര വലിയ ആധിപത്യങ്ങളും എത്ര വലിയ സ്ഥാനമാനങ്ങളും ബഹുമതികളും കിട്ടിയാലും അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാലും ഈശ്വരനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ഭക്തനാവില്ല. ദേവന്മാർക്ക് പോലും ഈ മനസ്സിന്റെ ജയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ പോലും ഭഗവത് തത്വം ശരിക്കും അറിയുന്നില്ല. അത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഭഗവാന്റെ പാദഭജനം ഉപേക്ഷിച്ച് നികൃഷ്ടമായ ലോകാധിപത്യത്തെ സ്വീകരിക്കുന്നത് മൂഢതയാണ്, ദുഃഖപ്രാപ്തിക്ക് കാരണമാണ്. ഈ നികൃഷ്ട വസ്തു ആരും വാങ്ങില്ല. നല്ലത് കൊടുത്തിട്ട് ചീത്ത വാങ്ങില്ല. അതുകൊണ്ട് ദിവ്യമായ പരമാനന്ദത്തെയാണ് വാങ്ങേണ്ടത്. അത് ഈ ധനം കൊണ്ട് കിട്ടില്ല, സദ്ഭാവന കൊണ്ടേ കിട്ടുകയുള്ളൂ. അത് ഉത്തമ ഭക്തന്റെ അടയാളമാണ്. ഇങ്ങനെ ജീവിക്കുന്നതാണ് ഉത്തമ ഭക്തിയുടെ ലക്ഷണം. ത്രിഭുവന വിഭവഹേത വ്യക്തകുണ്ഠ സ്മൃതി രചിതാത്മപുരാദിഭിർവിമർദ്യാത് നജലതി ഭഗവത് പദാരവിന്ദാൽ ലവനിമിഷാർത്ഥമപി യഃ വൈഷ്ണവഗ്ര്യാം. ത്രിഭുവന വിഭവഹേത വ്യക്തകുണ്ഠ സ്മൃതി രചിതാത്മപുരാദിഭിർവിമർദ്യാത് നജലതി ഭഗവത് പദാരവിന്ദാൽ ലവനിമിഷാർത്ഥമപി യഃ വൈഷ്ണവഗ്ര്യാം. ത്രിഭുവന വിഭവഹേത വ്യക്തകുണ്ഠ സ്മൃതിരചിതാത്മപുരാദിഭിർവിമർദ്യാത് നചലതി ഭഗവത് പദാരവിന്ദാൽ ലവനിമിഷാർത്ഥമപി യഃ വൈഷ്ണവഗ്ര്യാം. 2 ശ്ലോകങ്ങളേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം, 5 മിനിറ്റാണ് തീർക്കാതെ. ഭഗവത ഒരു വിക്രമണ്ഡിശാഖാനഖമണിചന്ദ്രികയാ നിരസ്തദാവേ ഇതി കഥം ഉപഫീദതം പുനഃ പ്രഭവതി ചന്ദ്രൈവോദിതീർഘതാപാം. ഭഗവത ഭഗവാന്റെ ഒരു വിക്രമാഘ്രി ശാഖാ നഖമണിചന്ദ്രികയാ, ഏറ്റവും ഉരുവായ വിക്രമമുള്ളവനായ ഭഗവാന്റെ അഘ്രി പാദങ്ങൾ, ആ പാദങ്ങളാകുന്ന ശാഖകളിലെ ഭഗവാന്റെ കാലും കയ്യും ഒക്കെ ഒരു മരത്തിന്റെ ശാഖ പോലെയാണ്. ആ ശാഖകളിലെ ഉള്ള വിരലുകളാകുന്ന രത്നത്തിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയാകുന്ന ചന്ദ്രിക കൊണ്ട് ഒരു വിക്രമ അഘ്രി ശാഖ നഖമണി ചന്ദ്രികയാ, ഏറ്റവും വിക്രമശാലിയായ ഭഗവാന്റെ കാലുകളും കൈകളുമാകുന്ന ശാഖയുടെ അറ്റത്തുള്ള നഖമാകുന്ന രത്നത്തിന്റെ ചന്ദ്രിക കൊണ്ട് നിരസ്തത, താപത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ പറ്റില്ല. ഹൃദി കഥം ഉപഫീതം പുനഃ, അങ്ങനെ ഉള്ള സന്താപത്തെ ഇല്ലാതാക്കിയ ഒരാൾ ഉപഫീതതാം ഹൃദി, അങ്ങനെയുള്ള ഉപാസന ചെയ്യുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഹൃദി കഥം ഉപഫീതതാം പുനഃ പ്രഭവതി ചന്ദ്രൈവ ഉദിതേ അർക്കതാപ. ഉദിതേ ചന്ദ്രേ, ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ അർക്കതാപ സൂര്യോഷ്ണം എന്ന പോലെ സഹ പുന കഥം, അത് പിന്നെ എങ്ങനെ ഉണ്ടാകും? ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ സൂര്യൻ ഉണ്ടാവില്ല. അതുപോലെയാണ് ഗുരുവിക്രമനായ ഭഗവാന്റെ കാൽനഖത്തിന്റെ പ്രകാശരശ്മികൾ
എല്ലായിടത്തും വ്യാപരിക്കുമ്പോൾ ഇരുട്ട് മുഴുവൻ പോകുന്നത് മാത്രമല്ല, ആ സന്താപത്തെ, ചൂടിനെ മുഴുവനും ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് ചന്ദ്രൻ ഉദിച്ചാൽ ഇരുട്ടുണ്ടാവില്ല, ഉറപ്പാണ്. അതുപോലെ ഭഗവത് പാദത്തെ സ്മരിച്ചാൽ മനസ്സിലുള്ള ഇരുട്ടാകുന്ന, അന്ധകാരമാകുന്ന രാഗാദികളായ ദോഷങ്ങൾ നീങ്ങിക്കിട്ടും. അമൃതകിരണം ഏൽക്കുമ്പോൾ സൂര്യോഷ്ണത്താൽ ഉണ്ടായിരുന്ന സന്താപം നശിച്ചുപോയി ദേഹത്തിന് കുളിർമയുണ്ടാകുന്നത് പോലെ ഭേദഭാവനയാണ് രാഗാതിവൃത്തികളായിരുന്ന തീയിൽ കിടന്ന് തപിക്കുന്ന നമ്മളുടെ അന്ധക്കരണം. കാമക്രോധാദികളായ തീയിൽ കിടന്ന് ഞാൻ എന്നും തപിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കിന്റെ ആവശ്യമില്ല, എന്തിന് ഞാൻ ഇതിൻ്റെ അത് തപിക്കുന്നു? ആ അമൃത സമുദ്രത്തിൽ മുങ്ങിയതുപോലെ നിങ്ങൾക്ക് അനിർവാച്യമായ ഒരു ആനന്ദത്തിന്റെ വിളഭൂമിയായിട്ട് ഭവിക്കും ഉത്തമ ഭക്തി. അപ്പോൾ രാഗദ്വേഷാദികളായ ദുഃഖം, ചിത്തചാഞ്ചല്യമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മഹാജനങ്ങളായ ഗുരുവിന്റെയും ശാസ്ത്രങ്ങളുടെയും വാക്കിന്റെയും ഉപദേശത്തിൽ വിശ്വാസത്തോടെ ചിന്തിച്ച് ഭഗവത് ഭക്തി ഉണ്ടാക്കി സംസാരത്തെ തരണം ചെയ്യണം. അതാണ് ഒരു ഭക്തന്റെ, ഉത്തമ ഭക്തന്റെ ലക്ഷണം. ഭഗവത ഉരുവിക്രമംഘ്രിശാഖാനഖമണിചന്ദ്രികയാ നിരസ്തതാവേ ഹൃദികഥമുപഫീതം പുനഃപ്രഭവതി ചന്ദ്രൈവോതിരേത്കഥാവാം. ഭഗവത ഉരുവിക്രമംഘ്രിശാഖാനഖമണിചന്ദ്രികയാ നിരസ്തതാവേ ഹൃദികഥമുപഫീതം പുനഃപ്രഭവതി ചന്ദ്രൈവോതിരേത്കഥാവാം. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് അവശാഭിഹിതോ അപ്യ അഖൗഘനാശം പ്രണയരശനയാ ധൃതഘ്രിപത്മസ്വ ഭവതി ഭാഗവത പ്രധാന ഉക്തം. യാതൊരുവന്റെ ഹൃദയം പ്രണയ രശനയാ പ്രേമമാകുന്ന കയറുകൊണ്ട് ധൃത അംഘ്രിപത്മ കാലുകൾ കെട്ടിയിട്ടതായി കണ്ടാൽ അഖൗഘനാശ പാപസമൂഹത്തെ നശിപ്പിക്കുന്നവനായ അവൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവശാഭിഹിത അപി പാരവശ്യസ്ഥിതിയിലായിരിക്കുമ്പോൾ ഉച്ചരിക്കപ്പെടുവാനായിട്ട് കൂടി ന വിസൃജതി വിട്ടുപോകുന്നില്ലയോ സഹ അവൻ ഭാഗവത പ്രധാന. യാതൊരുവന്റെ ഹൃദയത്തിൽ വിട്ടുപോകാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും വസിച്ചാൽ അതാണ് ഉത്തമ ഭക്തന്റെ അടയാളം. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമായി ഭഗവാൻ ഉണ്ടല്ലോ. പിന്നെ എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ, ഉണ്ട് എന്നുള്ള അറിവ് എപ്പോഴും ഉപയോഗിക്കാറില്ല. ഈശ്വരന് ഹൃദയത്തിൽ ഉണ്ട് എന്ന് അറിവില്ലാത്തവർ ആ യഥാർത്ഥ രൂപത്തെ അറിയാതെ ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ആ സുഖദുഃഖങ്ങൾ അകപ്പെട്ടു പോകും. ആ സുഖദുഃഖങ്ങളാകുന്ന പാപക്കൂട്ടം കൊണ്ട് ഭൗതിക വസ്തുക്കളുള്ള പ്രണയമാകുന്ന കയറുകൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്ന ഞാൻ ഭഗവത് പാദപത്നത്തെ എപ്പോൾ സ്മരിക്കുന്നുവോ അപ്പോൾ ഈ കെട്ടുകളൊക്കെ മാറും. ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ കെട്ടില്ല, അല്ലെങ്കിൽ എല്ലാം കെട്ടുക തന്നെ ചെയ്യും. ലോകത്തിൽ എന്തിനോട് അനുഭവിച്ചുവോ അതൊക്കെ കെട്ടുകളായി പെടണം. കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരുവതില്ല. അപ്പൊ ഈ കെട്ടുകളെയൊക്കെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കാൻ പറ്റണം. എപ്പോഴും ഉള്ള ആരുണ്ടായിരിക്കണം? ഭഗവാൻ. അങ്ങനെയാണെങ്കിൽ ഉത്തമ ഭക്തനാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഭഗവാന്റെ സ്ഥാനം പലപ്പോഴും ഉണ്ടാവില്ല. പിന്നെ ആർക്കാണ്? രാഗം, ദ്വേഷം, കോപം, അതുപോലെ മതം, മാത്സര്യം, അസൂയ, ഡംഭ് ഇവരൊക്കെ മനസ്സിൽ കയറിയിരിക്കുക. അപ്പോൾ ആർക്ക് സ്ഥാനമില്ല? ഈശ്വരന് സ്ഥാനമില്ല. ഭഗവാൻ പുറത്തു വന്ന് നോക്കും, അകത്തോട്ട് കയറാൻ പറ്റില്ല, അകത്ത് ഭയങ്കര തിരക്കാ. ആര്? ഈ കാമക്രോധാദി. ഇവരെയൊക്കെ നമ്മൾ വേണ്ടി ഇറക്കി വിടാൻ. ഇവരെയൊക്കെ ഇറക്കി വിട്ടാൽ ആര് കയറും? ഭഗവാൻ കയറിയിരിക്കാം. ഭഗവാൻ കയറിയിരുന്നാൽ പിന്നെ ഇവരെ ആരെയും കയറ്റി വിടില്ല.
പിന്നെ ഇവരെയൊക്കെ എന്ത് ചെയ്യും? ഇറക്കി വിടും. അതുകൊണ്ടാണ് മാരമാരമം അതീയമാനഫേ മാധവീകനിരേ എതിർക്ഷയ ഹേ രമാരമണ വാര്യതാമസോ ഫഹേതനിര വേഷ്മലംഘനം. എന്റെ മനസ്സ് അങ്ങയുടെ ഒരു ശ്രീകോവിലാണ്, അങ്ങയുടെ വീടാണ്. ആ വീടിനകത്ത് രാഗദ്വേഷാദികളായ കള്ളന്മാർ വാതിൽ കൊത്തി തുറന്ന് അകത്ത് കിടന്നാൽ അവരെ ഓടിച്ചു വിടേണ്ട ചുമതല അങ്ങേക്കല്ലേ, എനിക്കല്ലല്ലോ. ഈ എന്റെ ഹൃദയമാകുന്ന ഈ ശ്രീകോവിൽ ഞാനല്ല ഇരിക്കുക, പിന്നെ ആരാണ്? അങ്ങാണ്. ഞാനാണെങ്കിൽ ഇവരെയൊക്കെ ഞാൻ ഓടിച്ചു വിട്ടോളാം. പക്ഷെ ഇപ്പൊ അങ്ങായിരിക്കുന്നേ. അതുകൊണ്ട് അങ്ങ് ഇനി എന്ത് ചെയ്യണം? ഓടിച്ചു വിടണം. പച്ചമലയാളത്തിൽ സുന്ദരമായൊരു ശ്ലോകമുണ്ട്. മർത്യാകാരേണ ഗോപീവഫനനിര കവർന്നോരു ദേത്യാരിയത്തഞ്ചത്തെ ബന്ധിച്ച വഞ്ചീശ്വര തവ നിർവനീതിക്ക് തെറ്റില്ല. പക്ഷേ കൊൾത്താർ മാതാപിതാ തൻ കണവനെ വിടുവാനാശ്രയിക്കുന്നു അഭീവൃത്യാനിത്യം ഭവാനെ കനിവവള്ളുതിക്കല്ല കാരുണ്യരാശി. പഞ്ചരാജാക്കന്മാരോട് ഒരു കവി പറഞ്ഞതാണ്, അങ്ങയുടെ ഉള്ളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ് ബന്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മനുഷ്യരൂപത്തിൽ വസ്ത്രം കവർന്ന മോഷ്ടാവായതുകൊണ്ട് ആ മോഷ്ടാവിനെ പിടിച്ചു കെട്ടി ജയിലിലടക്കേണ്ടത് രാജധർമ്മമാണ്. അത് ചെയ്തു. ഇവിടെ ആരാണ് മോഷ്ടാവ്? കൃഷ്ണൻ. കൃഷ്ണൻ ഇവിടെ മനുഷ്യരൂപത്തിലാ പറഞ്ഞേ, ഈശ്വരരൂപത്തിലല്ല. അതുകൊണ്ട് രാജാവിനെ ശിക്ഷിക്കാൻ പറ്റും. രാജാവ് ഈ ശ്രീകൃഷ്ണനെ പിടിച്ച് ശിക്ഷിച്ച് തന്റെ മനസ്സാകുന്ന ജയിൽ അടച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടുന്ന് പുറത്തേക്ക് വിടില്ല. നന്നായി. ഇതാണ് വേണ്ടത്. പക്ഷേ ഒരു ദോഷമുണ്ട്. ലക്ഷ്മി ഭഗവതി വീട്ടിന്റെ വാതുക്കൽ സമരമായിട്ട് കാത്തിരിക്കുകയാണ്. 100 ദിവസമായി സമരം ചെയ്യുന്നു. ആരെ വിട്ടുകൊടുക്കാൻ? തന്റെ ഭർത്താവിനെ വിട്ടുകിട്ടാൻ. എന്നിട്ട് അവൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്? കൊട്ടാരത്തെ മുറ്റം തൂക്കുന്നു, പാത്രം കഴുകുന്നു, ചെടി വൃത്തിയാക്കുന്നു, അവിടുത്തെ ഇലകളൊക്കെ പറക്കികൾ. ഇങ്ങനെ കൊട്ടാരത്തിന്റെ വേലക്കാരിയെ പോലെ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ലക്ഷ്മി ദേവി. അങ്ങ് വലിയ കാരുണ്യവാനാണ്. എപ്പോഴെങ്കിലും കുറേ ദിവസമായി ഒരുത്തി ഇവിടെ വന്ന് സമരം ചെയ്ത് ശല്യം കെടുത്താണ്. കാരുണ്യം കാണിച്ച് ഉള്ളിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനെ വിട്ടുകൊടുത്താൽ പോയി. ഭക്തി പോയാൽ ഐശ്വര്യം. ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം കൊട്ടാരത്തിൽ നിൽക്കുന്നത് ഭഗവാനെ ഉള്ളിൽ കെട്ടിയിട്ടത് കൊണ്ടാണ്. എപ്പോഴെങ്കിലും ഭഗവാനെ ഇവിടുന്ന് അഴിച്ചുവിട്ടാൽ ഈ ലക്ഷ്മി ദേവിയും പോവും, ഐശ്വര്യവും പോവും. എത്ര സുന്ദരമായി ഈ എല്ലാ സമയവും ഈശ്വരന്റെ ഭക്തി എന്താ ഹൃദയത്തിൽ കൃഷ്ണനെ ഉറച്ചു വെച്ചുകൊണ്ട് ജീവിച്ചാൽ അതാണ് ഉത്തമ ഭക്തന്റെ അടയാളം എന്ന് പറഞ്ഞ് നമുക്കിത് ഉപസംഹരിക്കാം. വിസൃജിത് ഹൃദയം നയിഷ്യ സാക്ഷാ ഹരിരവശാഭിഹതോ ചഖൗഘനാശാം പ്രണയരസനയാധൃതാഘ്രിപത്മഭവതി ഭാഗവത പ്രധാന ഉക്താം. വിസൃജത് ഹൃദയം നയിഷ്യ സാക്ഷാ ഹരിരവശാഭിഹിതോ ചഖൗഘനാശാം പ്രണയരസനയാധൃതാഘ്രിപത്മഭവതി ഭാഗവത പ്രധാന ഉക്ത. അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ആ അധ്യായം അവിടെ ഉപസംഹരിച്ചു. ഇനിയും മൂന്നാമത്തെ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇത്തിരി സമയം താമസിച്ചുപോയി, 10 മിനിറ്റുകൾക്കുള്ള എങ്കിലും ആ ഒരു വിഷയം തീരട്ടെ എന്ന് വിചാരിച്ച് നീണ്ടുപോയതാണ്. ചായ കുടിക്കാൻ 10 മിനിറ്റ് വൈകുമെന്ന് മാത്രമേ ഉള്ളൂ. സാരമില്ല, പോട്ടെ. നമുക്ക് അത്രയും സമയം കൂടി നിങ്ങളുടെ ഉള്ളിൽ കൃഷ്ണനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും. മറ്റൊരു നോക്കിയിരിക്കുകയാണ്, ചായയും കാപ്പിയും ഒക്കെ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ നോക്കിയിരിക്കുകയാണ്, ഇറങ്ങി വരുന്നോന്ന്. പക്ഷേ എന്താണ്, വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഉള്ളിൽ ഇത്രയും സമയം കൃഷ്ണനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ 1 മണിക്കൂർ ഇരിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് ഉത്തമ ഭക്തന്റെ അടയാളമാണ്. എല്ലാവർക്കും ഈ ഭക്തി ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ച് കൃഷ്ണയിരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 44-ാമത്തെ യഥാചരതി എന്ന പുസ്തകത്തിൽ 2 വാക്കായിട്ടായിട്ടേക്കുന്നത്. ഏതാ 44-ാമത്തെ ശ്ലോകം? 44 രാജാ തുടങ്ങുന്നത് തന്നെ. തുടങ്ങുന്നത് യഥാചരതി എന്നാണ്. ഇതുവരെ അങ്ങനെ വായിച്ചു പഠിച്ചത്. അഥ ഭാഗവതം ബ്രൂത യഥന്നോ യാദിശരണം യഥാ ആചരതി എന്ന് വേണം. ആചരതി നാക്കണമല്ലോ, അങ്ങനെ തന്നെ വായിക്കണമല്ലോ അല്ലേ? ാണല്ലോ യഥാചരതി ഇട്ടേക്കുന്നേ. അയാൾ എങ്ങനെ ആചരിക്കുന്നത്? ഇപ്പൊ ചരതി പറഞ്ഞാലുള്ള ദോഷമൊന്നുമില്ല കേട്ടോ. കാരണം അയാൾ എങ്ങനെ സഞ്ചരിക്കുന്നു, അയാളുടെ നടപ്പെങ്ങനാണ്, അത് രീതിയാണ് അത്രേ ഉള്ളൂ. അത് ആചരതി പറഞ്ഞാലും ചരതി പറഞ്ഞാലും തെറ്റില്ല, അർത്ഥം ശരിയല്ല. അർത്ഥമൊന്നുമില്ല. സാരമില്ല സാർ, സ്വല്പം താമസിച്ചെങ്കിലും ഒരുപാട് സന്തോഷമുള്ള വിഷയമായതുകൊണ്ട്, വളരെ ഹൃദ്യമായ ഒരു ക്ലാസ്സും ആയതുകൊണ്ട് നല്ല അറിഞ്ഞേയില്ല സമയം പോയത്.
അല്ലേ? കാരണം ശരിയായ ഒരു ഭക്തന്റെ ലക്ഷണം നന്നായിട്ട് കാണിച്ചിരുന്നു ഈ ഒരു ഭാഗത്ത് ഭംഗിയായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാം അതുപോലെ ഇന്നത് കാണിക്കുകയും ചെയ്യും. സത്യമാണ്. ഈ എല്ലാ ശ്ലോകത്തിലും കൂടിയിട്ട് പറയുന്നത് ഉപനിഷത്തിലെ വാക്യം തന്നെയല്ലേ സാറേ? ഈശാവാസിയുടെന്ന് പറയുന്നുണ്ടല്ലോ. ആണെന്ന് ആചരിച്ചുകൊണ്ട് ജീവിച്ച് പ്രവർത്തിച്ച് കാണിക്കണം. അതെ, വാക്കിൽ മാത്രം വരാ, പ്രവൃത്തിയിൽ മാത്രം വരാം. അതാണ് ഭക്തന്റെ അടയാളം. അതാണ് പ്രധാനമായിട്ടുള്ളത് ഉത്തമലക്ഷണം എന്ന് പറയുന്നത്. ഉള്ളിൽ എപ്പോഴും പ്രവൃത്തിയിൽ കാണിക്കണം എന്നുള്ളതാണ് പ്രധാനം. നല്ല ക്ലാസ് ആയിരുന്നു. തീർന്നല്ലോ എന്ന് തോന്നുന്നു. അല്ല, ഇവിടെ എല്ലാവരും ഈ 9 പേരുടെയും നല്ല ഒരു നിർദ്ദേശമാണ്. സുന്ദരമായ ചോദ്യങ്ങളും മറുപടികളും. ചോദ്യങ്ങളാണ് ഇത്. ഭക്തലക്ഷണങ്ങളാണ് ഇത് പറഞ്ഞത്. ഭക്തന്റെ ലക്ഷണങ്ങൾ. ഇന്നത്തെ ചോദ്യം വേണമായിരുന്നു. എന്നാണ് ചോദ്യം. അടയാളങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. ഇതൊക്കെ അടയാളം പറഞ്ഞു തന്നില്ലേ? സൂപ്പർ ആയിരുന്നു. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. രഘുസാറിന്റെ അഭാവം അനുഭവപ്പെടുന്നു. രഘുസാറിന്റെ രഘു ഇല്ല, അതെ ഇല്ല. അവിടുന്ന് പിന്നെ വന്ന് കേട്ടോളായിരിക്കും. അനുഭവപ്പെടുന്നുണ്ട്. ഒരു നല്ല ഒരു ശരിയായിട്ടൊരു അഭിപ്രായം ഒന്ന് പറയും. ഇല്ലാതെ പോയി രണ്ടാഴ്ചയോടെ പിടിക്കും. അവിടെ കേട്ടോളാമെന്ന് പറഞ്ഞു. പിന്നെ അന്നേരം പറ്റിയില്ലെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ട്. കേട്ടോളൂ. അതെ, ഈ ശ്ലോകങ്ങൾക്കെല്ലാം ഭക്തിയോഗമായിട്ടും നല്ല സാമ്യമില്ലേ? ശ്ലോകങ്ങൾക്കെല്ലാം അതെ, ഭക്തിയോഗം തന്നെ. ഗീതയിലെ ഒത്തിരി ശ്ലോകമായിട്ട് ബന്ധമാണ്. ഞാൻ എല്ലാം കൂടെ സമയം അവിടെ അവതരിച്ചിരുന്നു. ഗീതയിലെ പല ശ്ലോകമായിട്ട് ഇതിന് ഒത്തിരി ബന്ധമാണ്. നമ്മുടെ കർമ്മവാസന ഗീതയിൽ തന്നെ പറയുന്നത് സുഖദുഃഖേ സമീകൃത ലാഭോ ജയാ. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുന്നിടത്ത് ഭഗവത്ഗീതയിലെ പറയുന്നുണ്ട്. അത് പറയും. അതുപോലെ 12 ഭക്ത ലക്ഷണം പറയുമ്പോൾ പറയും. ഇങ്ങനെ പലയിടത്തും ഗീതയാശയം തന്നെ കൊണ്ടുവന്നു. സാറേ, രണ്ടും എഴുതിയത് ഒരാള് തന്നെയാണല്ലോ. അതെ അതെ, രണ്ടും എഴുതിയ ഒരാള് തന്നെ. ആവശ്യത്തിലെ ആ കർമ്മവാസനകളാകുന്ന ബീജങ്ങളെയെല്ലാം വറുത്ത ഇനി എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ നന്നായിട്ട്. മൊത്തത്തിൽ കുറെ കാലം ഭാഗവതം ഉപനിഷത്ത് ക്ലാസ്സൊക്കെ ഇപ്പൊ കുറെ കാലം ഞങ്ങളെല്ലാരും കേട്ടില്ലേ? ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ വീഡിയോ കേട്ടതാണല്ലോ, ഇത് കേട്ടതാണല്ലോ, നമ്മള് തന്നെ ഒരു അന്വേഷണം തുടങ്ങി. അതെ അതെ, നന്നായി. അതാ വേണ്ടേ. തീർച്ചയായിട്ടും അതിനോട് ഇപ്പൊ എല്ലാം അറിയാനൊന്നും മേല, പക്ഷെ എവിടെയോ ഒരു പരിചയം. അതെ, അതാ വേണ്ടത്. ആദ്യം അത് കിടക്ക വന്നോളൂ. അതതിന്റെ ഒരു ബീജമാണ് കിച്ചു വന്നത്. അതാ ഭക്തിയോഗത്തില് ഭഗവാന് ഇഷ്ടനായിട്ടോ അനിഷ്ടനായിട്ടോ ആരും ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ അതല്ലേ പറയുന്നത്, ഭഗവാന്റെ ഇഷ്ടപ്പെട്ടൊക്കെ ഇഷ്ടനാ ഞാന്, ഭഗവാൻ ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടമില്ല, അങ്ങനെ ചിന്തിക്കുന്ന. മറ്റേ അത് രണ്ടും അത് തമ്മിൽ ശരിയല്ല. ഒരാൾ എഴുതിയതല്ലേ? അതെ അതെ. എന്തെങ്കിലും പ്രസംഗിക്കാം. സമയം ഒത്തിരിയായല്ലോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണം ദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.